നമസ്കാരം. ആരോഗ്യരംഗത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു ആശങ്ക സൃഷ്ടിച്ച് HMPV എന്ന ഒരു രോഗബാധ വരുന്നുണ്ട്. ഇത് കോവിഡിനെ പോലെ നമ്മൾ ഭയക്കേണ്ട ഒരു രോഗാവസ്ഥയാണോ എന്നതാണ് പലരുടെയും സംശയം. ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്യുന്നത് HMPV എന്ന രോഗബാധയെക്കുറിച്ചാണ്. ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് ചെമ്മന്തേട്ട പുനർജനി ആയുർ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ നയന രാജ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം ഡോക്ടർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ ഇപ്പോൾ 2025 വന്നപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്ക സൃഷ്ടിച്ചിട്ടാണ് HMPV എന്നൊരു രോഗബാധയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞത്. ചൈനയിലുണ്ടായ കൂട്ടത്തോടെ ആളുകൾ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു എന്നുള്ള വലിയ വാർത്ത നമ്മൾ ആദ്യം തന്നെ ഒരു ആശങ്കയുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് കൂടി അത് സ്ഥിരീകരിച്ചപ്പോൾ ആളുകൾക്ക് കുറച്ചും കൂടിയും ആശങ്ക കൂടി. പ്രത്യേകിച്ച് നമുക്കറിയാം കോവിഡൊക്കെ വന്നപ്പോൾ നമ്മൾ അനുഭവിച്ച ഒരു മാനസികാവസ്ഥ, ആ രീതിയിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭയം. സത്യത്തിൽ ഈ ഒരു രോഗാവസ്ഥയെ ഭയക്കേണ്ടതുണ്ടോ? HMPV അഥവാ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിലുള്ള രോഗാവസ്ഥ ആദ്യമായിട്ടല്ല നമ്മുടെ അവിടെ സ്ഥിരീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും കോവിഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ പലപ്പോഴും നമ്മൾ ആദ്യമായിട്ട് കേട്ടിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. മാത്രമല്ല അതിനെപ്പറ്റി യാതൊരു ധാരണയില്ല എന്നുള്ളതായിരുന്നു നമുക്ക് അത്രയധികം ആശങ്ക ഉണ്ടാക്കിയത് എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ HMPV കാറ്റഗറിയിലുള്ള രോഗബാധ നമ്മൾ 2001 ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത്. അതായത് അതിനു മുമ്പും ഉണ്ടായിരുന്നിരിക്കാം, എന്നാൽ കൂടി നമ്മൾ കൃത്യമായിട്ടുള്ള അതിനുള്ള ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് വഴി ഇന്ന HMPV എന്നൊരു വൈറസിനെ നമ്മളവിടെ ഒരു കാറ്റഗറൈസ് ചെയ്തത് 2001 ആദ്യമായിട്ട്. അതിനുശേഷം ഇന്നത്തെ കണക്കുകൾ പ്രകാരം ഏകദേശം കുട്ടികളിൽ വരുന്ന ചുമ, പനി അല്ലെങ്കിൽ ശ്വാസതടസ്സം പോലെയുള്ള ബുദ്ധിമുട്ടുകളിൽ ഏകദേശം 16% കുട്ടികളുടെയും രോഗ കാരണം ഈ HMPV ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് മിക്കവാറും ഇത് കേൾക്കുമ്പോൾ, അതായത് നമുക്കറിയാം കോവിഡിൻ്റെ ആ ഒരു തരംഗം ആദ്യമായിട്ടുണ്ടായത് വുഹാനിലാണ്, ചൈനയിലാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി വെച്ചിട്ടുള്ള ആ ഒരു കോവിഡ് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 വർഷക്കാലം ശരിക്കും റൂമിൽ അടച്ചിട്ടൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ ഈ ഒരു HMPVനെ നമ്മളെല്ലാവരും ആശങ്കപ്പെടുന്നത് ആ ഒരു കാരണം കൊണ്ടാണ് എന്നുള്ളതാണ്. ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിൽ ഒരു പ്രത്യേക ഒരു ഏരിയയിലാണ് ഇത്ര അധികം ഒരുമിച്ച് ഒരുപാട് ആളുകൾക്ക് ഈ HMPV സ്ഥിരീകരിക്കപ്പെട്ടതും അതിൽ 2-3 പേർ മരണപ്പെട്ടു എന്നുള്ളതും വാസ്തവമാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് അതിനുശേഷം നമ്മൾ ഇന്ത്യയിൽ ഒരു കുട്ടിക്ക് നമുക്കറിയാം, ഒരു 3 മാസം പ്രായമുള്ള കുട്ടിക്കും 8 മാസം പ്രായമുള്ള ഒരു കുട്ടിക്കുമാണ് അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ പൂർണ്ണമായ ആരോഗ്യസ്ഥിതിയോടുകൂടി തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് അവർക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം നമ്മൾ ആശ്വസിക്കാനും ഒരിക്കലും അല്ല. കാരണം ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഏത് സ്ട്രെയിൻ, അതായത് നമ്മൾ ചൈനയിൽ ഉണ്ടായ അതേ സ്ട്രെയിൻ വൈറസ് തന്നെയാണോ ഇവിടെ എന്നുള്ളത് നമുക്ക് ഇതുവരെ അതിനുള്ള ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സെയിം സ്ട്രെയിൻ ആവാൻ സാധ്യതയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനു മുമ്പും ഒരുപാട് പേർക്ക്, അതായത് നമുക്കറിയാം ഈ ഒരു ശൈത്യകാലത്ത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രധാന വൈറസാണ് ഈ HMPV അല്ലെങ്കിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന് പറയുന്ന ഒരു ഘടകം. അപ്പോൾ അതേപോലെ തന്നെ നമുക്കതല്ലാതെ തന്നെ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്കറിയാം ഇൻഫ്ലുവൻസ വൈറസ് A, B, അതുപോലെ തന്നെ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന മറ്റൊരു അസുഖം, കോവിഡ്. നമ്മുടെ എല്ലാവരുടെയും ധാരണ ഇപ്പോൾ കോവിഡ് നമുക്കിടയിലില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഇപ്പോഴും കോവിഡ് വൈറസ് നമുക്ക് കൃത്യമായിട്ടുള്ള ടെസ്റ്റുകൾ നടക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴും കോവിഡ് എന്നുള്ള ആ ഒരു ഇത് നമുക്ക് സ്ഥിരീകരിക്കപ്പെടാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് മാറിപ്പോയി എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ അതിനൊരു തീവ്രത നമുക്കറിയാം. ആ തുടങ്ങിയ സമയത്ത് നമുക്ക് ഒരുപാട് മരണങ്ങൾ വരുത്തി വെച്ചിട്ടുള്ള ഒരു വൈറസാണ് കോവിഡ് വൈറസ് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്ന് ഇപ്പോൾ അതിൻ്റെ വളരെ ഒരു മൈൽഡ് ഫോമിലാണ് നമുക്കിപ്പോൾ നമ്മുടെ കോവിഡ് നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു 6 കാറ്റഗറിയുള്ള വൈറസ് ഇപ്പോഴും നമുക്ക് ഇടയിലൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഇടയിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 16% അതിൻ്റെ ഒരു കാരണം HMPV എന്ന് പറയുന്ന വൈറസ് തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് കൃത്യമായിട്ട് ഏതൊരു സ്ട്രെയിൻ ആണോ അതെങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് നമുക്കിത് എത്രത്തോളം തീവ്രമായ ഒരവസ്ഥയിലേക്ക് എത്തും എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. പിന്നെ ഏതൊരു അസുഖത്തെ പോലും നമ്മൾ കോവിഡിൻ്റെ സമയത്താണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ആളുകൾക്ക് ഈ കോവിഡ് വൈറസ് വന്ന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അത് പൂർണ്ണമായും മാറിപ്പോയ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാറ്റഗറി മിക്കവാറും നമ്മൾ കണ്ടുവരുന്നത് നല്ല രീതിയിൽ ശക്തമായിട്ടുള്ള പ്രതിരോധ ശക്തി ഉള്ള ആളുകൾക്ക് ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇനി അങ്ങോട്ടാണെങ്കിലും നമുക്ക് ഒരുപാട് വൈറസുകളുടെ അറ്റാക്കുകൾ ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളിതിനെ ഭയപ്പെടുക എന്നുള്ളതല്ല, ഇത് വരാതിരിക്കാനുള്ള കൃത്യമായിട്ടുള്ള പ്രിക്കോഷൻസ് നമ്മൾ കൈക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി അതോടൊപ്പം തന്നെ
നമുക്കറിയാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിരോധ വ്യവസ്ഥ ശക്തമല്ലാത്ത ആളുകൾക്കാണ് പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് വരുന്നത്. അപ്പം നമ്മൾ എന്താണ് ആദ്യം വേണ്ടത്? നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥയെ ശക്തമാക്കുന്നതിനുള്ള നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളാവട്ടെ, ജീവിത രീതി ക്രമീകരണങ്ങളാവട്ടെ, അങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമാക്കി കൊണ്ടുവരാൻ എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അതല്ലാതെ ഭയപ്പെട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നു, അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മളൊരു രോഗത്തെ നമ്മൾ നേരിടേണ്ടത്. അപ്പോൾ അത് ശക്തമായി നോർമലി നമ്മുടെ ബോഡിയുടെ ഒരു പ്രതിരോധ വ്യവസ്ഥ, അപ്പോൾ ഈ പറയുന്ന HMPV എന്ന് പറയുന്ന വൈറസ് തന്നെ സാധാരണഗതിയിൽ നമുക്ക് ഒരു പ്രായമായ ആളുകൾക്ക് അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്. പ്രതിരോധശേഷി കുറഞ്ഞവർക്കാണ് വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം ഇത് തന്നെ അല്ലാതെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ, എന്തെങ്കിലും കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ അല്ലെങ്കിൽ ലിവർ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ, അപ്പോൾ ഇവർക്കൊക്കെ ജനറലി അവർക്ക് ഒരു ബോഡിയുടെ ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ച് വീക്കായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ ക്യാൻസർ റിക്കവേർഡ് ആയിട്ടുള്ള പേഷ്യൻസ്, ഇവർക്കൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ ആ ഒരു ഇമ്മ്യൂൺ ഇത് കുറച്ച് വീക്കായിരിക്കും. അപ്പോൾ അവർക്കും ഈ പറയുന്ന രോഗാവസ്ഥ വരാനും വന്നു കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വേണ്ടത് ഇതെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എന്നുള്ള മുൻകരുതലുകൾ നമ്മൾ മുൻകൂട്ടി എടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഡോക്ടർ, അതുപോലെ ഈ ഒരു രോഗബാധയുടെ സിംറ്റംസ് പറയുമ്പോൾ സാധാരണ ചുമ, പനി, ജലദോഷം ആണ് പറയുന്നത്. കോവിഡിനും ഏകദേശം അതേ ലക്ഷണങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെ ഇത് സർവ്വസാധാരണമാണ്. കാരണം നമുക്കറിയാം, നല്ല തണുപ്പ്, അത് കഴിഞ്ഞാൽ ചൂട്, കാറ്റ്, അങ്ങനെയുള്ള ഒരു ക്ലൈമറ്റിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കൂടുതലായിട്ട് പലരും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പനി, ചുമ, ജലദോഷം ഒക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ ഇത് ഈ ഒരു HMPV രോഗബാധയാണോ എന്ന് സംശയിക്കേണ്ടതുണ്ടോ? നമുക്ക് ഒരിക്കലും നമ്മളൊരു ടെസ്റ്റുകൾ ചെയ്യാതെ നമുക്കൊരിക്കലും ഇത് HMPV ആണോ അല്ലയോ എന്നുള്ളത് നമുക്കൊരിക്കലും കൺഫേം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ യൂഷ്വലി ഈ HMPV RT-PCR വഴിയാണ് നമ്മളത് HMPV ആണോ, ഈ ഒരു വൈറസിൻ്റെ സ്ട്രെയിൻ ആണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാറുള്ളത്. പക്ഷേ ഒരു സാധാരണഗതിയിൽ ഒരാൾ ചുമയോ പനിയോ അല്ലെങ്കിൽ കഫക്കെട്ടൊക്കെ ആയി പോയി കഴിഞ്ഞാൽ ആരും HMPV ടെസ്റ്റ് ചെയ്യാം എന്ന് പറയാറില്ല. പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള അവർക്ക് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് എന്തുകൊണ്ടാണ്, അതല്ലെങ്കിൽ പല കാരണങ്ങളുണ്ടാവും. നമുക്ക് ന്യൂമോണിയ പോലെ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അത് കൃത്യമായിട്ട് തിരിച്ചറിയാനാണ് പലപ്പോഴും നമ്മൾ ഈ HMPV RT-PCR ഒക്കെ ചെയ്യാറുള്ളത്. അതല്ലാതെ നമ്മൾ വെറുതെ ഒരു ചുമയോ അല്ലെങ്കിൽ ജലദോഷമോ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ഡോക്ടേഴ്സും HMPV നിർദ്ദേശിക്കാറില്ല. അപ്പം നമുക്കറിയാം, ഏതൊരു രോഗാവസ്ഥയ്ക്കും അതിന് കൃത്യമായിട്ട് നമുക്ക് യൂഷ്വലി ഈ HMPVയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഏതെങ്കിലും വിധേന ഈ HMPV വൈറസ് ആയിട്ടുള്ള ഒരു സമ്പർക്കം ഉണ്ടായാൽ 3 മുതൽ 6 ദിവസത്തിനുള്ളിലാണ് ആ വ്യക്തിക്ക് ഈ ലക്ഷണങ്ങൾ പ്രകടമാവാറുള്ളത്. ഇനി ഇത് തന്നെ നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ അവരുടെ കൃത്യമായിട്ടുള്ള ഒരു പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ, വളരെ ചെറിയ രീതിയിൽ ചെറിയൊരു മൂക്കൊലിപ്പോ അല്ലെങ്കിൽ മൂക്കടപ്പ് പോലെയോ ചെറിയൊരു ചുമ, ആ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയി വിത്തിൻ ഫ്യൂ വീക്സ് അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവർക്ക് പൂർണ്ണമായിട്ട് അവർ നോർമലായിട്ട് മാറാറുണ്ട്. അതായത് കൃത്യമായിട്ടൊരു ചികിത്സ പോലും അവിടെ ചില സാഹചര്യങ്ങളിൽ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതും കഴിഞ്ഞ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള നമ്മൾ കുറച്ച് വീക്കായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സർജറി, പോസ്റ്റ് സർജറിക്കൽ പീരീഡാണ്, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ട്, നമുക്ക് അത്ര നല്ല രീതിയിലുള്ള ഒരു പ്രതിരോധ വ്യവസ്ഥയല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മൈൽഡ് സിംറ്റം എന്നുള്ളത് കുറച്ചും കൂടി ഒരു മോഡറേറ്റോ അല്ലെങ്കിൽ സിവിയർ ആയിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് സിവിയർ ആവുന്ന ഒരു കണ്ടീഷനല്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ഭയപ്പെടേണ്ടതില്ല. നമ്മൾ എന്നാൽ കൂടി നമ്മൾ യൂഷ്വലി പറയാറുണ്ട്, ഒരാൾക്ക് ജലദോഷമുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ സ്വയം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളിലേക്ക് വരാതിരിക്കാൻ നമ്മൾ സ്വയം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മേജറായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമ്മൾ തുമ്മാണ്, അപ്പോൾ നമ്മൾ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലേസിൽ നമ്മൾ തുമ്മുമ്പോൾ നമുക്ക് എസ്പെഷ്യലി കോവിഡിൻ്റെ ആ ഒരു പീരീഡിന് ശേഷം ഈവൻ നമ്മൾ ചുമച്ചാലോ തുമ്മിയാൽ പോലും എല്ലാവർക്കും പെട്ടെന്നൊരു പേടിയാണ്. കാരണം നമുക്ക് കിട്ടുമോ എന്നുള്ള ആ ഒരു ചെറിയ ഭയമെങ്കിലും ഇന്നത്തെ ആ ഒരു പോപ്പുലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു പബ്ലിക് പ്ലേസിൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു സാമാന്യ മര്യാദ എന്ന് പറയുന്നത്, ഒന്നില്ലെങ്കിൽ നമ്മളൊരു കർച്ചീഫ് വെച്ചിട്ട് നമ്മളത് മുഖം കവർ ചെയ്തിട്ടുകൊണ്ട് നമ്മൾ തുമ്മാണെങ്കിലും അതല്ലെങ്കിൽ ചുമക്കുകയാണെങ്കിലും ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ട് നമ്മൾ കവർ ചെയ്തിട്ട് ഇതുപോലെ തന്നെ പബ്ലിക് പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്.
ഇനി അതല്ല ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവുമോ എന്നുള്ള ഒരു പേടിയുള്ളവർക്ക് യൂഷ്വലി നമുക്കൊരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് സാധാരണ സർജിക്കൽ മാസ്ക് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ഒരുവിധം നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് അതുവഴി തന്നെ നമുക്ക് ലഭിക്കാറുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും മാസ്ക് നമുക്ക് മിക്ക ആളുകൾക്ക് അത് ഇടുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഇതിലല്ല, അതായത് ഡാർക്ക് സൈഡാണ് നമ്മൾ പുറത്തേക്ക് വരേണ്ടത്. അത് നമ്മൾ മൂക്കിന് മുകളിലായിട്ട് തന്നെ കൃത്യമായിട്ട് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ഒരു പ്രൊട്ടക്ഷൻ അതിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്നതാണ്. മാത്രമല്ല സർജിക്കൽ മാസ്ക് 1 ടൈം യൂസ് ആണ്. നമ്മൾ മിക്കവാറും ഒരേ മാസ്ക് തന്നെ മാസങ്ങളോളം വർഷങ്ങളോളം ഇപ്പോഴും കഴിഞ്ഞ കോവിഡിൽ ഉപയോഗിക്കുന്ന മാസ്ക് തന്നെ ഉപയോഗിക്കുന്നവരുണ്ടാവാം. അപ്പോൾ അതൊന്നും കൃത്യമായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ നമുക്ക് തരാറില്ല. എന്നാൽ ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളുള്ളവരോ അല്ലെങ്കിൽ പ്രതിരോധ വ്യവസ്ഥ ശക്തമല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ N95 പോലുള്ള മാസ്കുകൾ, എസ്പെഷ്യലി നമ്മളൊരു ക്ലോസ്ഡ് റൂമിൽ ഒരു AC റൂമിലിരിക്കുകയാണ്, നമുക്കറിയാം ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്ക് വരരുത് എന്നുണ്ടെങ്കിൽ N95 പോലുള്ള മാസ്കുകൾ നമുക്ക് കുറച്ചും കൂടി യൂസ് ചെയ്യാനായിട്ട് പ്രൊട്ടക്ഷൻ, നല്ലൊരു രീതിയിൽ പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിതിനെ കുറച്ചും കൂടി നേരിടേണ്ടത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ശ്വാസകോശത്തെയാണ് ഈ രോഗം കൂടുതലായിട്ട് ബാധിക്കുന്നത്. പ്രത്യേകിച്ച് ന്യൂമോണിയയിലേക്ക് പോയാലാണ് നമുക്കതൊരു രോഗാവസ്ഥ സങ്കീർണമാവുന്നുള്ളൂ എന്ന് പറയുന്നു. എങ്ങനെയാണ് ഡോക്ടർ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷണങ്ങൾ കൃത്യമായിട്ട് പറയും. സാധാരണഗതിയിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു മൂക്കൊലിപ്പ്, മൂക്കടപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകളാണ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചുമ, ചെറിയ രീതിയിലുള്ള ഒരു ശ്വാസതടസ്സം ഉണ്ടാവാം. അതുപോലെ തന്നെ ചെറിയൊരു തൊണ്ടവേദന പോലുള്ള, തൊണ്ടയ്ക്ക് എന്തോ ഒരു കരയരപ്പ് പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നൊക്കെ ആയിട്ടാണ്. അതോടൊപ്പം ചെറിയ രീതിയിലുള്ളൊരു പനി. ഇത്രയാണ് യൂഷ്വലി ഒരു മൈൽഡർ സിംറ്റം എന്ന് നമ്മൾ കണക്കാക്കാറുള്ളത്. ഇനി ഇതിൽ തന്നെ കുറച്ചും കൂടി ഒരു മോഡറേറ്റ് ആയിട്ട് പോയി കഴിഞ്ഞെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അതോടൊപ്പം തന്നെ കുറച്ചും കൂടി സൈനസൈറ്റിസ് പോലുള്ള ഇഷ്യൂസ്, അതായത് ബേസിക്കലി സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയാണ് ഇത് ബാധിക്കുന്നത്. അതായത് നമുക്ക് അതായത് ശ്വാസകോശം തന്നെ നമുക്ക് രണ്ടായിട്ട് ഇതാക്കുകയാണെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഈസിലി ക്യൂറബിൾ ആണ്. നമുക്ക് ഈ ഒരു ഭാഗത്താണ് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കാണാറുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മാറി നമുക്ക് കുറച്ചും കൂടി ക്രോണിക് ആവുന്നതോടെ അല്ലെങ്കിൽ ഒരു സീവിയർ സിംറ്റംസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ്, അതായത് നമുക്ക് ചുമ തന്നെ കുറച്ചും കൂടി കേൾക്കുമ്പോൾ നമുക്ക് എന്തോ കാര്യമായിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചുമയിൽ നിന്ന് തന്നെ മിക്കവാറും മനസ്സിലാക്കാനായിട്ട് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബ്രോങ്കോസ്കോപ്പി പോലുള്ള ടെസ്റ്റുകളും അല്ലെങ്കിൽ ചെസ്റ്റ് എക്സ്റേ ഒക്കെ എടുത്ത് കൃത്യമായിട്ട് എത്രത്തോളം നമുക്ക് ആ ഒരു കഫത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായിട്ടാണ് നമുക്ക് ആ ഒരു അസുഖത്തിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കുക. അതായത് ഏതൊരു അവസ്ഥയിലാണ് ആ ഒരു വ്യക്തി, ഒബ്വിയസ്ലി നമുക്ക് അത്രയും ഒരു സീവിയർ ആയിട്ടുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ അവിടെ എന്തായാലും ഉണ്ടാവും. അതായത് പനി 103 മുകളിലായിട്ടുള്ളൊരു പനി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എമർജൻസി ആയിട്ട് തന്നെ നമ്മളവിടെ ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. മാത്രമല്ല ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു HMPV അത്ര ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഭവം അല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലിരുന്നാലും ട്രീറ്റ്മെൻ്റ് അല്ല വേണ്ടത്. യൂഷ്വലി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കതിൻ്റെ ഒരു തീവ്രത അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരികയാണ് ചെയ്യുക. നേരെ മറിച്ച് നമുക്ക് ചെറിയ രീതിയിൽ തുടങ്ങി അത് കൂടിക്കൂടി വരുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു കൃത്യമായ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവിടെ എത്രയും പെട്ടെന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതും അനിവാര്യമാണ്. ഇപ്പോൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർക്കാണ്, അതിപ്പോൾ HMPV എന്നുള്ളതല്ല, ഏത് രോഗമായാലും പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പറഞ്ഞ പോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് നമുക്കൊരു പരിധി വരെ നമുക്ക് നേരെ വരുന്ന രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ട് ഒരു വലിയ പ്രിക്കോഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈല് വെച്ച് നോക്കുമ്പോൾ പ്രതിരോധ ശേഷി കുറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ലൈഫിലുടനീളം ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താം? നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്തു വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊന്നും എനിക്ക് തോന്നുന്നു പ്രിക്കോഷൻസ് പോലും അല്ല, നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ഇന്ന് ആളുകൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഉറക്കം പോലും നമുക്ക് ഒരു 7-8 മണിക്കൂർ ഉറക്കം വേണം എന്നുള്ളത് അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. എന്നിട്ട് പോലും നമ്മൾ മിക്ക ആളുകൾക്കും, എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു യങ്ങർ ജനറേഷൻ കുട്ടികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ ക്ലാസ്സിനൊക്കെ പോകുന്ന സമയത്ത് കുട്ടികളൊക്കെ ഉറങ്ങുന്ന സമയമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 12 to 1 ഒക്കെയാണ്, അല്ലെങ്കിൽ 1 മണിക്ക് ശേഷമാണ് ഉറങ്ങുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവർ എഴുന്നേൽക്കുന്ന സമയം നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും അല്ലാത്ത മാക്സിമം 4 മണിക്കൂറൊക്കെ നല്ല ഉറക്കമുണ്ട് ഡോക്ടർ. ഈ 4 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് റിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം പീരീഡാണ് നമ്മൾ ഉറക്കത്തിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത്. അത് നമുക്ക് ബോഡിക്കും ഒരു റെസ്റ്റിംഗ് ടൈം വേണം. ഈ ഒരു സമയത്താണ് നമ്മുടെ ബോഡിയിൽ എല്ലാ റിപ്പയർ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നോർമലി നടന്നില്ല എന്നുണ്ടെങ്കിലോ, നമ്മൾ കാറ് വർക്ക്ഷോപ്പിൽ കയറ്റി നമ്മൾ അത് കൊണ്ടുവരുന്നതിന് മുമ്പ് തിരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കൃത്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിക്കും കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ അവിടെ നടക്കാൻ സാധിക്കാതെ വരികയും പതുക്കെ ഇത് നമ്മുടെ ഓരോ അവയവത്തെയും ബാധിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രായം, ഇപ്പോൾ നമ്മൾ ഈ കുട്ടികൾ എന്ന് പറയുക ഒരു ടീനേജ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ഈ നേരത്തെ നമ്മൾ മുമ്പ് പറയാറുണ്ട് ഈ സമയത്ത് ഇരുമ്പ് വിഴുങ്ങിയാലും ദഹിക്കും എന്നൊക്കെ പറയുന്ന അത്രയും നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അവർക്കത് കാര്യമായിട്ട് ആ ഒരു പ്രായത്തിൽ അവരെ ബാധിക്കില്ല. പക്ഷേ ഇന്ന് നമുക്ക് ഒരു ക്ലിനിക്കിൽ അസുഖങ്ങളായിട്ട് വരുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ 20 to 30 തന്നെ നമുക്ക് ഈ പണ്ടൊക്കെ നമുക്കൊരു 50 വയസ്സിനൊക്കെ ശേഷം വരുന്ന അതേ രോഗങ്ങൾ ഇന്ന് 20 to 30 എന്നുള്ള ഏജ് പീരീഡിൽ തന്നെ കുട്ടികൾക്കടക്കം വന്ന് തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ കൃത്യമായിട്ടുള്ള ജീവിത രീതി, അതിൻ്റെ ഒരു ക്രമക്കേടുകൾ തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ബേസിക്കലായിട്ട് പറഞ്ഞാൽ നമ്മൾ ഉറക്കം ആദ്യം കൃത്യമാക്കുക. ഒരു 7-8 മണിക്കൂർ കൃത്യമായിട്ടുള്ളൊരു ഉറക്കം നമ്മുടെ ശരീരത്തിന് വളരെ അനിവാര്യമാണ്. അപ്പോൾ നമുക്ക് അറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരെ ഒരുപാട് കൂടുതലാണ്. നമ്മൾ യൂഷ്വലി കേട്ടിരുന്ന പോലെയല്ല. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 5 ആളെങ്കിലും ക്യാൻസർ രോഗികളാണ് എന്നുള്ളൊരവസ്ഥയിലേക്ക്, അത്രയും ഭയാനകമായൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോരോ അസുഖങ്ങൾ കേൾക്കുമ്പോൾ അതിനെതിരെ നമ്മൾ ഒരുപാട് ഭയപ്പെടുക അല്ല വേണ്ടത്. നമ്മുടെ ശരീരത്തിനെ കുറച്ചും കൂടി പ്രാപ്തരാക്കുക എന്നുള്ള ആ ഒരു ഐഡിയ ആണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിൽ ഈ ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്നത്. ചില ആളുകൾ അത്രയും ദാഹിച്ചാൽ മാത്രം വെള്ളം കുടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മിനിമം നമുക്കൊരു 2 to 3 liters എങ്കിലും വെള്ളം നമ്മുടെ ശരീരത്തിൽ വളരെ അനിവാര്യമാണ്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ അത്രയും അത്യാവശ്യത്തിന് മാത്രം സിപ്പ് ചെയ്ത് വെള്ളം കുടിച്ചു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ചില ആളുകൾ പറയുന്നത് മറ്റാൾ ഇത്രയും വെള്ളം കുടിക്കാറുള്ളൂ, അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഓരോ വ്യക്തികളുടെയും ശരീരം വ്യത്യസ്തമാണ്. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ച് നമ്മൾ കൃത്യമായിട്ടത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭക്ഷണം, നമ്മൾ കൃത്യസമയത്തുള്ള ആഹാര ക്രമീകരണങ്ങൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എന്ത് കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു, ഇതൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ചോക്ലേറ്റ്സിനോട് കുട്ടികൾക്ക് അമിതമായിട്ടുള്ളൊരു ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടമല്ലേ എന്നുള്ള രീതിയിൽ മിക്കവാറും അത് ദിവസം വാങ്ങി കൊടുക്കുന്ന ഒരു പ്രവണതയും കണ്ടുവരാറുണ്ട്. അപ്പോൾ അത് റെഗുലറായിട്ട് ഈ ഒരു രീതിയിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ, എസ്പെഷ്യലി ആഡഡ് കളേഴ്സ് ഉള്ള ചോക്ലേറ്റ്സ് പോലുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോൾ പതുക്കെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ആഡ് കളേഴ്സ് കാർസിനോജനിക് ആണ്. അതായത് ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് കരുതി 1-2 കഴിക്കുമ്പോഴല്ല ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും സാരമായി ബാധിക്കുകയും പതുക്കെ അവരുടെ പ്രതിരോധ വ്യവസ്ഥ പിന്നിലേക്ക് വരിക എന്നുള്ളൊരവസ്ഥയൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ നമ്മൾ ഒഴിവാക്കുക. പകരം നമ്മൾ കുറച്ചും കൂടി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിലുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിനായിട്ടുള്ള കുറച്ചും കൂടി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, നമ്മളെല്ലാവരും സപ്ലിമെൻ്റ് അല്ലെങ്കിൽ എല്ലാത്തിനും എന്തെങ്കിലും ഡ്രോപ്സ് വാങ്ങി കൊടുക്കുക അല്ലെങ്കിൽ ഗുളികകളായിട്ട് കഴിക്കുക, ഇതൊക്കെ നമ്മൾ ഈസി, അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളെല്ലാവരും ചെയ്യാറുള്ളത്. അങ്ങനെയല്ല, നമുക്ക് നാച്ചുറലി ഇതൊക്കെ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭ്യമായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും പേടിയാണ്, ഇപ്പോൾ വെജിറ്റബിൾസ് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുമോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈസിലി വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചീര പോലുള്ള വളരെ നറിഷിങ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് പരമാവധി വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ നമുക്ക് കുട്ടികൾക്ക്, എസ്പെഷ്യലി കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ആഹാരം നമുക്ക് അങ്ങനെ തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ പരമാവധി ഈ ബേക്കറി ഐറ്റംസൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. എസ്പെഷ്യലി ഈ മൈദ പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്ന് കരുതി നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം ഒരു കഷ്ണം കേക്ക് കഴിച്ചുകൊണ്ടൊന്നും ആർക്കും ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഇത് തന്നെ ദിവസം എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ പതുക്കെ ഇത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കുറച്ചും കൂടി കഴിക്കുന്ന ആഹാരത്തിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുകയും കൃത്യമായിട്ടുള്ള ജീവിത രീതി അല്ലെങ്കിൽ ജീവിത ശൈലികൾ നമ്മൾ ക്രമീകരിക്കുകയും ചെയ്യുക. ഇതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള ഒരു വ്യായാമം പോലുള്ള കാര്യങ്ങൾ കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ ശീലിപ്പിച്ചൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ ആ ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ല, മറ്റെന്തെങ്കിലും രോഗകാരണം കൊണ്ടാണോ ഇങ്ങനെയുള്ള ഒരു പ്രതിരോധ ശക്തി കുറവ് വന്നിട്ടുള്ളത് എന്നുള്ളത് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നമ്മളിതൊക്കെ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രമാണ് ഞാൻ കൊടുക്കാറുള്ളത്, എന്നിട്ട് എൻ്റെ കുട്ടിക്ക് എപ്പോഴും അസുഖം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കൃത്യമായി കണ്ടുപിടിക്കുകയും അതിനുശേഷം അതിനുള്ള കൃത്യമായിട്ട് നമ്മളൊരു മെഡിസിൻസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും കുറേ കാലങ്ങൾ ഇങ്ങനെ മെഡിസിൻസ് കഴിക്കുക എന്നുള്ളതല്ല, അതൊന്ന് കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെഡിക്കേഷൻസ് ആയുർവേദത്തിൽ ഒരുപാടുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് മിക്കവാറും എല്ലാ ആളുകളും ചെയ്തു വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആയുർവേദം ആയതുകൊണ്ട് തന്നെ മിക്ക ആളുകളും നമ്മൾ ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ് ആണ് സാധാരണഗതിയിൽ സ്വീകരിക്കാറുള്ളത്. അതായത് അവിടെ ഒരു ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് പോയി ചോദിക്കും, കുട്ടിക്ക് ചെറിയൊരു ജലദോഷം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, എന്ത് കൊടുക്കും. അപ്പോൾ അവർ ഏകദേശം അവരുടെ ഒരു ഐഡിയയിൽ സാധാരണ കൊടുത്തു വരുന്ന ഒരു മെഡിസിൻ നടക്കുന്നില്ല. അതായത് പല കാരണങ്ങളുണ്ടാകും. ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ജെനറ്റിക് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമുക്കൊരു കുട്ടി വന്നതിൽ അവർക്ക് ജെനറ്റിക്കായിട്ട് നമുക്ക് അവർ മസിൽസിന് വീക്ക്നെസ് വരുന്ന രീതിയിലുള്ളൊരു ജെനറ്റിക് വേരിയൻ്റ് ആ കുട്ടിയുടെ ശരീരത്തിലുണ്ട്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ ബേസിക്കായിട്ട് അവർ
ജസ്റ്റ് മസിൽ പെയിനുള്ള മരുന്നുകൾ കാലങ്ങളോളം കഴിച്ചിട്ടും കുട്ടിക്ക് യാതൊരു മാറ്റം വരാതിരുന്നപ്പോഴാണ് ഡോക്ടറെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇങ്ങനൊരു ജനറ്റിക് ടെസ്റ്റ് ചെയ്തതാണ് അവർ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് ഒരിക്കലും ലോങ് ടേം മെഡിസിൻ കഴിച്ചുകൊണ്ടോ കഴിക്കാതിരുന്നുകൊണ്ടോ പ്രത്യേകിച്ച് മാറ്റങ്ങൾ വരുന്നില്ല. പക്ഷേ അത് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാവുന്ന ഒരു കണ്ടീഷനാണ്. ജനറ്റിക് ഇഷ്യൂ ഒരിക്കലും നമുക്ക് 100% ക്യൂറബിൾ അല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അതിനനുസരിച്ച്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൃത്യമായിട്ടൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്യുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രതിരോധ വ്യവസ്ഥ നമുക്ക് കൃത്യമാക്കി എടുക്കാൻ സാധിക്കുന്നതും. അതുപോലെ തന്നെ ഏതൊരു രീതിയിലുള്ള അസുഖങ്ങൾ വന്നാലും നമുക്ക് ഇനി ഈ പറയുന്നത് പോലെ തന്നെയാണ്, നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അത്ര അധികമാണ്. നമ്മൾ സാധാരണ വൃശ്ചിക മാസത്തിൽ ഉണ്ടാകുന്ന ഒരു കാറ്റാണ് ഇപ്പം നമുക്ക് രാവിലത്തെ നേരം അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ അലർജിക്ക് ആയിട്ടുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ മൂക്കൊലിപ്പ് പോലുള്ള കണ്ടീഷൻസൊക്കെ വേഴ്സൺ ചെയ്യാവുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ നാച്ചുറലി നമുക്ക് ഈ പറയുന്ന പോലെ പ്രതിരോധ വ്യവസ്ഥ നോർമലൈസ് ചെയ്യാനും ഏതൊരു രീതിയിലുള്ള അസുഖങ്ങൾ വന്നാലും അതിനെ വളരെ സുഖമായിട്ട് തന്നെ നേരിടാനും നമ്മളെ അനുവദിക്കുന്നതാണ്. ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം കഴിയുകയാണ്. ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്തത് HMPV എന്ന രോഗബാധയെക്കുറിച്ചാണ്. ഇത് ഭയക്കേണ്ട ഒരു അസുഖമല്ല. നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ ജീവിത കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ പല അസുഖങ്ങൾക്കും നമുക്ക് തടയിടാനായിട്ട് സാധിക്കും. ആരോഗ്യരംഗത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.